Students, so we are moving to the next question. That is NC0 plus 2NC1 plus 3NC2 plus etc. plus n plus 1 NCN. കഴിഞ്ഞ ക്വസ്റ്റ്യനിലേക്കുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ ഈ NC0 എന്ന് പറയുന്ന ടേം ഉണ്ടായിരുന്നില്ല. അഥവാ NC0ന്റെ കോഎഫിഷ്യന്റ് 0 ആയിരുന്നു. പിന്നെ 1 NC1 പകരം ഇവിടെ 2 NC1 ആണ്. 2 NC2 പകരം 3 NC2 ആണ്. ലാസ്റ്റ് ടേം n NCN പകരം n plus 1 NCN ആണ്. അപ്പോൾ എല്ലായിടത്തും ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഇതുപോലുള്ള ഷിഫ്റ്റിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ്. അപ്പോൾ ഡിഫറൻസിയേഷൻ നേരത്തെ പറഞ്ഞ സംഗതി അവിടെ ഉണ്ട്. So first of all take the series of 1 plus x all raised to n, then throughout multiply by x, then differentiate the series, then put x equal to 1. ഇങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇതിൽ തന്നെ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള സീരീസ് ആണ് വരുന്നതെങ്കിൽ ആ ലാസ്റ്റ് പുട്ട് x equal to 1 പകരം -1 ആക്കണം. ഇതിൽ ഓൾട്ടർനേറ്റ് ടേംസ് മാത്രം NC0 പ്ലസ് 3NC2 പ്ലസ് 5NC4 അതുപോലെ ഈവൺ ഇൻഡെക്സ് ഉള്ള ടേംസ് മാത്രമേ ഉള്ളെങ്കിൽ x equal to 1 ഉള്ള സീരീസ് എടുക്കണം, -1 ഉള്ള സീരീസ് എടുക്കണം, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യണം. അല്ല 2NC1 പ്ലസ് 4NC2 പ്ലസ് അങ്ങനെ ഓഡ് ഇൻഡെക്സ് ഉള്ള ടേംസ് മാത്രമേ ഉള്ളെങ്കിൽ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സിന് 1 കൊടുക്കുക, -1 കൊടുക്കുക, ആ സീരീസുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. നേരത്തെ ആഡ് ചെയ്തതിന് പകരം ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും മറന്നു പോകരുത് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നിക്കുകൾ, പുതിയ മാനിപ്പുലേഷൻ ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് പുതിയ ഐഡിയ നമ്മൾ പഠിക്കേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ. So this is question number 9. So let us see how to execute this. We have to take the series again 1 plus x all raised to n, that is equal to NC0 plus NC1x plus NC2x square plus etc. plus NCN x raised to n. Then we are multiplying throughout by x, or x കൊണ്ട് throughout multiply ചെയ്യുന്നു. So we get x into 1 plus x all raised to n is equal to NC0x plus NC1x square. അതാണ് കാര്യം. എന്നാലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ 2 വരുള്ളൂ. അതുപോലെ when we multiply by x, this x square will become x cube. ആ x cube നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x square വരും. ആ x ന് 1 കൊടുക്കുമ്പോഴാണ് 3 കിട്ടുന്നത്. അതുപോലെ ലാസ്റ്റ് ടേം ഒന്ന് നോക്കിയേ, here we have x raised to n. So when you multiply by x, this x will become this x raised to n will become x raised to n plus 1. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n plus 1 x raised to n ആവും. അങ്ങനെയാണ് n plus 1 കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ ഒരു യുക്തി. So plus NC2x cube plus etc. plus NCN x raised to n plus 1. Now differentiating the series. Differentiate ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, LHSൽ നമുക്ക് x into 1 plus x all raised to n ആണ്. അവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. എനിവേ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇവിടെ വേണമെങ്കിൽ എഴുതി വെക്കാമായിരുന്നു, മൾട്ടിപ്ലൈയിങ് ബൈ എക്സ്. അത് എപ്പോഴും മൾട്ടിപ്ലൈയിങ് ബൈ എക്സ് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ x സ്ക്വയർ ആവും, x ക്യൂബ് ആവും, ഡിപ്പെൻസ് ഓൺ ദ സീരീസ്. ഇതിൽ തന്നെ ഇതേ ക്വസ്റ്റ്യനിൽ NC0ക്ക് വരെ 2NC0, 3NC1, 4NC2, അവസാനം n plus 2 NCN ആയിരുന്നെങ്കിൽ മൾട്ടിപ്ലൈയിങ് ബൈ എക്സ് ആയിരിക്കില്ല, x സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ വരുന്ന കോഎഫിഷ്യന്റ് ആണ്, അതായത് എക്സിന്റെ പവർ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോഎഫിഷ്യന്റ് ആയിട്ട് മാറുക. അപ്പോൾ ആ പവർ നമുക്ക് എന്താണോ അവിടെ കോഎഫിഷ്യന്റ് വേണ്ടത് ആ പവറിലേക്ക് എക്സിനെ എത്തിക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ക്രിയേറ്റീവായിട്ട് ആലോചിക്കണം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു സെറ്റിൽഡ് ഇഷ്യൂ അല്ല, നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കാണിക്കുന്നു എന്ന് വിചാരിച്ചത് അതിൽ മാത്രം നിൽക്കുന്നതല്ല. ഇതൊരു ഓൺ ഗോയിങ് കോൺസെപ്റ്റാണ്, ഒരു എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ്. അതിൻ്റെ ആ ഒരു എസെൻസ്, അതിൻ്റെ കോർ എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഉപയോഗിച്ച് ചെയ്തോളാം. Okay, now we are differentiating with respect to x. So the derivative of NC0x is simply NC0. Derivative of NC1x square is 2NC1x. Derivative of NC2x cube is 3NC2x square plus etc. Derivative of NCN x raised to n plus 1 is n plus 1 NCN x raised to n is equal to the derivative of x into 1 plus x all raised to n. അവിടെ product rule apply ചെയ്താൽ x into n into 1 plus x all raised to n minus 1 plus 1 plus x all raised to n into derivative of x is simply 1. Now let us take the common factors from here. That is 1 plus x all raised to n minus 1 into ഇവിടെ ബാക്കി ഒരു nx ആണുള്ളത്, nx plus again 1 plus x. Now this is equal to 1 plus nx plus x is n plus 1 into x all into 1 plus x all raised to n minus 1. ഇങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത വേർഷൻ ഉള്ളത്. ഇനി എന്താ ചെയ്യേണ്ടത്? പുട്ട് x equal to, നമുക്ക് ആവശ്യമായ സീരീസ് ആയി കഴിഞ്ഞു. സോ ഡെഫിനറ്റ്ലി പുട്ട് x equal to 1. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെറുതെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ NC0 plus NC1x അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. ചുമ്മാ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ NC0 അവിടെ നമുക്ക് പോകും. പക്ഷേ NC0 നമുക്ക് അവിടെ കീപ്പ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യമേ x മൾട്ടിപ്ലൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ NC0 അവിടെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. Now finally NC0 plus 2NC1 x 1 ആയി പോകും, plus 3NC3 x square will become 3NC2 plus etc. plus n plus 1 NCN is equal to, when we put x equal to 1 here, what we get here, n equal to 1 അല്ല, x equal to 1 കൊടുത്താൽ 1 plus n plus 1 is n plus 2 into, when we put x equal to 1 here, that is 2 raised to n minus 1. So n plus 2 raised to n minus 1 is the required series.
Okay, I think there is no mistakes. Plus x all raised to n, when we take it out, 1 plus x all raised to n minus 1 is taken out, then nx plus 1 plus x. Yes, that's all. So n plus 2 into 2 raised to n minus 1. ഇതിൽ തന്നെ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള സീരീസ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ x ന് -1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ 0 ആയി പോകും. അപ്പോൾ ഈവൻ ടേംസ് മാത്രമുള്ള സീരീസ് ആകുമ്പോൾ n plus 2 2 raised to n minus 2, ഓഡ് ടേംസ് മാത്രമുള്ള സീരീസ് ആണെങ്കിൽ n plus 2 2 raised to n minus 2. ഇതിന്റെ നേരെ പകുതിയാണ് കിട്ടുക. കാര്യം ഓൾട്ടർനേറ്റ് പ്ലസ് ഓർ മൈനസ് സീരീസ് 0 ആയി പോയതുകൊണ്ട്. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. Now let us go to next question. What about this? 2 into 1 into nc2. ഈ സീരീസ് nc2 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ nc0 ഇല്ല, nc1 ഇല്ല. പ്ലസ് 3 into 2 into nc3 പ്ലസ് 4 into 3 into nc4 പ്ലസ് എക്സെട്ര പ്ലസ് n into n minus 1 into ncn. How about this series? ഇതൊക്കെ കാണുന്ന സമയത്ത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ nc0 ഇല്ല, nc1 ഇല്ല. അപ്പോൾ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ nc0 പോകും, ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് പോകും? nc1 കൂടി. കാര്യം ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ nc1 x ആണല്ലോ ഉണ്ടായിരുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ nc1 ആയിട്ടുണ്ടാവും, ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് 0 ആയി പോകും. മാത്രമല്ല ലാസ്റ്റ് ടേമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ncn x raised to n ആയിരുന്നു, ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n x raised to n minus 1 ആവും, ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ n into n minus 1 into x raised to n minus 2 വരും. എന്നിട്ട് x ന് 1 കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് x ന് 1 കൊടുക്കുക. ഇനി ഫർദർ മാനിപ്പുലേഷൻ എങ്ങനെയാണെന്ന് അടുത്ത സ്റ്റെപ്പിൽ നോക്കാം. അപ്പോൾ ഓരോ കേസ് വരുമ്പോൾ അവിടെ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് വേണ്ടത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എത്ര തവണ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പിന്നെ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഇതിനെ ഡീൽ ചെയ്യണം. So here we take the series again. 1 plus x all raised to n is equal to nc0 plus nc1x plus nc2x square plus etc plus ncn x raised to n. Now differentiating with respect to x. So we get nc0 is gone, nc1 plus 2nc2x plus 3nc3x square plus 4nc4x cube plus etc. The last term is plus ncn x raised to n minus 1 is equal to the derivative of 1 plus x all raised to n is very simple. Our product rule ഒന്നും ആവശ്യമില്ല. That is n into 1 plus x all raised to n minus 1. Okay, let us differentiate this once again. അപ്പോഴാണ് 2 into 1 3 into 2 അതുപോലുള്ള സാധനങ്ങൾ വരുള്ളൂ. So differentiate with respect to x, nc1 will be gone. So 2 into 1 into nc2 plus 3 into 2 into nc3x plus 4 into 3 into nc4x square plus etc. The last term is n into, again, x raised to n minus 1 in derivative, n minus 1 x raised to n minus 2. So n into n minus 1 into ncn x raised to n minus 2 is equal to, here the derivative is n into n minus 1 into 1 plus x all raised to n minus 2. ഇതാണ് ഡെറിവേറ്റീവ് സീരീസ്. രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സീരീസ് ആണ് കിട്ടുന്നത്. Now very simply put x equal to 1. So what we get? 2 into 1 into nc2 plus 3 into 2 into nc3 plus 4 into 3 into nc4 plus etc. The last term is n into n minus 1 into ncn is equal to, when we put x equal to 1 in the RHS, അവിടെ 1 plus x ആണുള്ളത്, 1 plus x ൽ x ന് 1 കൊടുത്താൽ 1 plus 1 will become 2. So n into n minus 1 into 2 raised to n minus 2 is the required answer. So differentiating twice. ഇതൊന്നും നമ്മളോട് ആരും പറയുന്നതല്ല, ആ സീരീസ് കണ്ടിട്ട് നമ്മൾ നോക്കി തീരുമാനിക്കണം എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ നമ്മൾ പഠിച്ചേ? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്, ഡിഫറൻസിയേഷൻ ഉണ്ട്, പുട്ട് x equal to 1 minus 1 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, ഇതുപോലുള്ള ടെക്നിക്ക്. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഐഡിയയും കൂടി ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ മൊത്തം പറഞ്ഞു വരുമ്പോൾ റീപ്ലേസ്മെന്റ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിഫറൻസിയേഷൻ, ഇവരുടെ സക്സസീവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻസ്, ഫൈനലി x equal to 1 minus 1 കമ്പൈനിങ് ദ സീരീസ് ബൈ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇത്രയാണ് സീരീസ് മാനിപ്പുലേഷൻ്റെ ടെക്നിക്കുകൾ. അതിൽ നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരെ എത്തി, ഇനി നമുക്ക് റീപ്ലേസ്മെന്റ് കൂടിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ലെറ്റ് us go to the next question. That is nc0, or you can say nc0 വേണ്ട, nc0 ഇല്ലാത്ത സീരീസ്. 1 square nc1 plus 2 square nc2 plus 3 square nc3 plus etc plus n square ncn. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ എല്ലാത്തിനും സ്ക്വയർ ഉണ്ട്. നേരത്തെ NCN പ്ലസ് 2nc2 പ്ലസ് 3nc3 നമ്മൾ ചെയ്തു, ഒരു സ്റ്റെപ്പ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് x ന് 1 കൊടുത്തുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെ എല്ലാം സ്ക്വയർ വന്നിട്ടുണ്ട്. പിന്നെ n into n minus 1, 2 into 1, 3 into 2, 4 into 3, അതുപോലെ n into n minus 1 NCN ആ ടൈപ്പ് നമ്മൾ ചെയ്തു. അവിടെ നമ്മൾ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പക്ഷേ അതിന്റെ ഇടയിൽ ഒരു x മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ്, ദെൻ മൾട്ടിപ്ലൈ ബൈ x, ദെൻ വൺസ് അഗൈൻ ഡിഫറൻഷിയേറ്റ്. എങ്ങനെയാണ് ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കണ്ടെത്തുന്നത്? The last term will be x raised to n. When you differentiate it, that will become n into x raised to n minus 1.
വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ x raised to n minus 1 ഡെറിവേറ്റീവ് n minus 1 x raised to n minus 2 എന്നാണ് വരിക. പക്ഷേ നമുക്ക് വീണ്ടും n തന്നെ വരണം, എന്നാലാണ് ആദ്യത്തെ n രണ്ടാമത്തെ n കൂടി കമ്പൈൻ ചെയ്ത് n സ്ക്വയർ ആവുള്ളൂ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ x raised to n നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ അത് n x raised to n minus 1 ആയി മാറി. ആ എക്സിന്റെ പവർ n minus 1 തിരിച്ച് n ആയിട്ട് കീപ്പ് ചെയ്യണം. ഫോർ ദാറ്റ് പർപ്പസ് യു ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ x ദ എൻറ്റയർ സീരീസ് ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് ഡിഫറൻസിയേഷൻസ്. ഓക്കെ, നൗ ലെറ്റ് us take the series 1 plus x all raised to n once again. That is equal to nc0 plus nc1x plus nc2x square plus etc plus ncn x raised to n. Now differentiating this series, what do you get? nc0 will be gone because that is a constant. Now nc1, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ nc0 സീരീസ് ഇല്ല, nc0 എന്ന് പറയുന്ന ടേം ആ സീരീസിനകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള ഡിഫറൻസിയേഷൻ ആണ്. ഇനി ഫസ്റ്റ് എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന വേർഷൻ ഒക്കെ ഉണ്ട്. അതിലേക്ക് വരുമ്പോൾ എന്താണ് വ്യത്യാസം ഉണ്ടാവുക എന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്ത് നോക്കാം. സോ വി ഗെറ്റ് nc1 പ്ലസ് ഹിയർ nc2 2nc2x plus 3nc3x square plus etc plus ncn x raised to n minus 1 is equal to the derivative of 1 plus x all raised to n is n into 1 plus x all raised to n minus 1. That is the first step of differentiation. Then നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്തത്? സക്സസീവ് ആയിട്ട് 2 തവണ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ n into n minus 1 ആയിരുന്നു. ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. ദ ലാസ്റ്റ് ടേം ഈസ് n into n minus 1 ncn. അങ്ങനെ വരുമ്പോൾ ഒന്നും നോക്കണ്ട, 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x raised to n will become n x raised to n minus 1. If you differentiate it once again, then that will become n into n minus 1 into x raised to n minus 2. ഇവിടെ അതല്ല, ഇവിടെ n into n minus 1 അല്ല, n സ്ക്വയർ ആണ്. സോ ഫസ്റ്റ് ഡിഫറൻഷിയേഷനിൽ n വന്നു, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n തന്നെ വരണം. സോ ദ പവർ ഓഫ് x should be n instead of n minus 1. For that purpose you have to multiply by x. അതാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലോജിക്കിന്റെ ബേസ്, അതിന്റെ ഒരു കോർ എന്ന് പറയുന്നത് അതാണ്. സോ മൾട്ടിപ്ലൈയിങ് ബൈ എക്സ്, ഇവിടെ n into n plus 1 ആണ് വേണ്ടിയിരുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു x മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു. അതെങ്ങനെയാണെന്ന് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞുതരാം. So here we get nc1x plus 2nc2x നെ നമ്മൾ എന്ത് ചെയ്യണം? x സ്ക്വയറിലേക്ക് റീപ്ലേസ് ചെയ്യാണ്. നേരത്തെ ഉണ്ടായിരുന്ന x സ്ക്വയർ ആണ്, ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ x ആയി, അതിന് തിരിച്ച് എന്ത് തന്നെ ആക്കുകയാണ്? x സ്ക്വയർ തന്നെ ആക്കുകയാണ്. പ്ലസ് 3nc3x ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് ncn x raised to n is equal to nx into 1 plus x all raised to n minus 1. Now we are differentiating the series once again. So differentiating with respect to x, the derivative of nc1x is nc1, derivative of 2nc2x square is 2 square nc2x. കാരണം x square derivative വീണ്ടും 2x ആവും. 2 into 2 2 square plus 3 square nc3x square plus etc. The last term is n square ncn x raised to n minus 1. In RHS we have to differentiate by product rule. There x into 1 plus x all raised to n minus 1. Now x first function, 1 plus x all raised to n minus 1 is second function. So here n into, what is the product rule? First into derivative of second plus second into derivative of first. So x into n minus 1 into 1 plus x all raised to n minus 2 plus 1 plus x all raised to n minus 1 into derivative of x is simply 1. There we can take 1 plus x all raised to n minus 2 as a common factor. So n into 1 plus x all raised to n minus 2 ഇങ്ങോട്ടേക്ക് എടുത്താൽ then we have n minus 1 into x plus 1 plus x. Let us combine them. n minus 1 x plus x is nx. So n into 1 plus nx into this entire term contributes to 1 plus nx into 1 plus x all raised to n minus 1. Now we are at the end. We are reached to the last step. What is the last step? Put x equal to 1. അത് ഓൾ ടേം പോസിറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കാണിക്കുന്ന വേർഷൻസ് എല്ലാം ഓൾ ടേം പോസിറ്റീവ് ആണ്. നിങ്ങൾ എക്സാമിന് ചെല്ലുമ്പോൾ ആൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ x equal to 1 പകരം x equal to minus 1 ആക്കിയാൽ മതി. റെസ്റ്റ് ഓഫ് ഓൾ എവറിത്തിങ് ഈസ് സെയിം. മാത്രമല്ല അവിടെ ആൾട്ടർനേറ്റ് ടേംസ് മാത്രമല്ലെങ്കിൽ 2 സീരീസ് നിങ്ങൾ എടുക്കണം. x equal to 1 സീരീസ് എടുക്കണം, x equal to minus 1 സീരീസ് എടുക്കണം. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തുകൊണ്ടോ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടോ കമ്പൈൻ ചെയ്യണം. ഡിപ്പെൻഡ്സ് ഓൺ വെദർ ദർ ആർ ദി ടേംസ് വിത്ത് ഓഡ് ഇൻഡീസസ് ഓർ ഈവൺ ഇൻഡീസസ്. ഓക്കെ, നൗ the last step, put x equal to 1, we get nc1 plus 2 square. ഇവിടെ 1 square വെറുതെ ഇട്ട് കൊടുക്കുക. 1 square എന്ന് പറഞ്ഞാൽ 1 തന്നെയാണല്ലോ. 2 square nc2 plus 3 square nc3 plus etc. The last term is n square ncn is equal to, when we put x equal to 1 here, this will be n plus 1. So n into n plus 1 into 2 raised to n minus 1. n into n plus 1 into 2 raised to n minus 1. Okay. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അവിടെ ബൈനോമിയൽ വാല്യൂസോ ബൈനോമിയൽ തിയറോ a plus b all raised to n ഒന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ഒരു സീരീസ് ആണ് തരിക and you can manipulate it. Then let us go to next question. That is, അവിടെ nc0 ഉണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ nc0 ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ nc0 ഉള്ള സീരീസ് ആണ് എടുക്കുന്നത്. സോ 1 square nc0 2 square nc1 plus 3 square nc2 plus etc
plus n plus 1 whole square ncn is equal to, you have to find this series. ഇവിടെ എന്താണ് മാറ്റം? NC0 ഉള്ളതുകൊണ്ട് നമുക്ക് ചാടി കയറി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. 1 plus x all raised to n ൽ NC0 കോൺസ്റ്റന്റ് ആണ്. ആദ്യമേ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ NC0 അവിടെ നിന്ന് പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. So we have to multiply by x in the beginning. ഈ n plus 1 whole square നോക്കിയാൽ അത് മനസ്സിലാവും. ലാസ്റ്റ് ടേം NCn x raised to n ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ n കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമേ x മൾട്ടിപ്ലൈ ചെയ്താൽ x raised to n will become x raised to n plus 1. Then we multiply, we get n plus 1 x raised to n. എന്നിട്ട് ഒന്നുകൂടി x മൾട്ടിപ്ലൈ. അപ്പോൾ ആദ്യം x മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വീണ്ടും x മൾട്ടിപ്ലൈ ചെയ്യുക, ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക, then put x equal to 1. That's how we have to evaluate this series. So let us begin again from the series. 1 plus x all raised to n is equal to nc0 plus nc1x plus nc2 x square plus etc. plus ncn x raised to n. Then multiplying by x. Multiplying by x. So we get nc0x plus nc1x square plus nc2x cube plus etc. ncn x raised to n plus 1 is equal to x into 1 plus x all raised to n. Now let us differentiate this series. Differentiating with respect to x. So what is the series? The derivative of nc0x is simply nc0. Derivative of nc1x square is 2nc1x. Derivative of nc2x cube is 3nc2x square plus etc. plus n plus 1 ncn x raised to n is equal to, how the derivative become? X into n, product rule n, x into n into 1 plus x all raised to n minus 1 plus 1 plus x all raised to n. What are a common factor? 1 plus x all raised to n minus 1 into 1 plus nx is 1 plus n plus 1 into x. This much is the first derivative. Then again multiplying by x. അപ്പോഴാണ് ഇതിനെ ചുമ്മാ ഇനിയും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ nc0 അവിടുന്ന് ക്യാൻസൽ ആയി പോകും. So 2 into 1 nc1, 3 into 2 nc2 അങ്ങനെ വരുള്ളൂ. So better once again multiplying by x. അങ്ങനെ വന്നാൽ ഇവിടെ x സ്ക്വയർ ആവും, ഇത് x ക്യൂബ് ആവും, ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്ക്വയർ ആവും. ഈ n plus 1 സ്ക്വയർ ആവും. ഇപ്പോൾ ഇവിടെ x raised to n ആണ്. ആദ്യം x raised to n ആയിരുന്നു, ഒരു x മൾട്ടിപ്ലൈ ചെയ്താൽ x raised to n plus 1 ആയി, ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ വീണ്ടും x raised to n ആയി, ഇനി ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ x raised to n plus 1 തന്നെയാവും, പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ n plus 1 ഹോൾ സ്ക്വയർ ആവും. ഇങ്ങനെ നമുക്ക് ആവശ്യമായ ടേംസിനെ അവിടെ ജനറേറ്റ് ചെയ്തെടുക്കണം, അവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കണം. ഓക്കെ, so when we multiply by x, we get again nc0x plus 2nc1x square plus 3nc2 x cube plus etc. n plus 1 ncn x raised to n plus 1, that is equal to, when we multiply by x, what do we get here? X into 1 plus x all raised to n minus 1 into 1 plus n plus 1 x. Let us differentiate this once again. Differentiating with respect to x. So we get nc0 plus 2 square nc1x plus 3 square nc2x square plus etc. plus n plus 1 whole square ncn x raised to n is equal to, അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് വീതം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ആദ്യം 2 ഫംഗ്ഷൻസ് ഇവിടെ വെക്കുക. x into 1 plus x all raised to n minus 1 into derivative of 1 plus n plus 1 x is very simply n plus 1 plus, let us keep the second and third function and differentiate the first function. So 1 plus x all raised to n minus 1 into 1 plus n plus 1 into x into derivative of x is simply 1 plus, let us keep the first and third and first function. So 1 plus of n plus 1 into x all into x into derivative of 1 plus x all raised to n minus 1 is n minus 1 into x raised, n minus 1 into 1 plus x all raised to n minus 2. ഇത്രയാണ് അതിൻ്റെ മൊത്തം ഡെറിവേറ്റീവ് വരിക. ഇനി നമുക്ക് എക്സിന് 1 കൊടുക്കാം. ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ഡിഫറൻസിയേഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം കഴിഞ്ഞു. ഫൈനലി പുട്ട് x equal to 1. So we get nc0 2 square nc1 plus 3 square nc2 plus etc. plus n plus 1 whole square ncn. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? മൾട്ടിപ്ലിക്കേഷൻ ഡിഫറൻസിയേഷൻ ഇതിനെ തിരിച്ചും മറിച്ചൊക്കെ ഉപയോഗിക്കാം. മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അങ്ങനെ പോവാം. Now this is equal to, ഇവിടെ നമ്മൾ എക്സിന് കയറി 1 കൊടുത്താൽ this is 2 raised to n minus 1, n plus 1 into 2 raised to n minus 1 plus, what about here? എക്സിന് 1 കൊടുത്താൽ n plus 2 into again 2 raised to n minus 1. Yes. Then once again here, this is n plus 2 into n minus 1 into 2 raised to n minus 1. Finally 2 raised to n minus 2. So what are the common factors there? There is a common factor of 2 raised to n minus 2. Then here only n plus 1. Okay. So when we combine them, n plus 1 into 2 raised to n minus 1 plus n plus 2, that is total 2n
plus 3 into 2 raised to n minus 1 plus n plus 2 into n minus 1 into 2 raised to n minus 1. There is a common factor of 2 raised to n minus 2 into here ഒരു 2 കൂടി ബാക്കി ഉണ്ടാവും. That will become 4n plus 6 plus this is n square plus n minus 2. എല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ we get 2 raised to n minus 1 into n square plus 4n plus n is 5n. Then 6 minus 2 is plus 4. Okay, then we will factorize here. N square plus 5n plus 4 is n plus 4 into n plus 1. So n plus 4 into n plus 1 into 2 raised to n minus 2, not n minus 1. Into 2 raised to n minus 2 is the required series. Itrayum lengthy answer ആണ് വരിക. പ്രൊസീജിയർ അത്യാവശ്യമുണ്ട്. അപ്പോൾ ആദ്യ ഭാഗങ്ങളൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വളരെ വളരെ എളുപ്പമായിരുന്നു. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ടഫ് ആവുന്നുണ്ട്. ഇതിൽ മറന്നു പോകണ്ട. ഇതിൽ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് സീരീസ് ആണെങ്കിൽ ലാസ്റ്റ് പുട്ട് x equal to 1 പകരം പുട്ട് x equal to -1 പിടിച്ചോളൂ. അപ്പോൾ എവറി സീരീസ് യു ക്യാൻ ഡീൽ വിത്ത് 1 plus x whole raised to n and its manipulations. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന അവസാന ടെക്നിക്ക് കൂടി പഠിക്കാം. സോ വാട്ട് അബൌട്ട് ദിസ്? 2 times nc0 2 times nc0 plus 3 nc1 plus 4 nc2 plus etc plus n plus 2 ncn. How to find this series? ഈ ഒരു സീരീസിലേക്ക് പോകുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, nc0 അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഡിഫറൻസിയേഷൻ അല്ല, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്നാലാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 2 ആണ്. സോ ബിഗിനിങ്ങിൽ തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്നത് nc0 ആണ്. So when you multiply by an x square, that will become x square, and while differentiating you get 2x, and when put x equal to 1 you get 2 nc0. And look at the last term. The last term is ncn x raised to n. You have to make it x raised to n plus 2, then only you will get n plus 2 while differentiation. So x raised to n നെ x raised to n plus 2 ആക്കണമെങ്കിൽ you have to multiply by x square. ഇത് പ്രത്യേകമായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് പറയാൻ കാര്യം, ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? x കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അത് ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഡിഫറൻസിയേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, രണ്ട് ഡിഫറൻസിയേഷൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ x ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴും ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എക്സ് കൊണ്ട് മാത്രമല്ല, ദാറ്റ് ഈസ് പോസിബിൾ ബൈ എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, എക്സ് റൈസ് ടു 5, എക്സ് റൈസ് ടു 10, എക്സ് റൈസ് ടു 1000, വാട്ട് എവർ. എക്സിന്റെ ഏത് പവർ കൊണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഷിഫ്റ്റിംഗ് മാനിപ്പുലേഷൻ അവിടെ ചെയ്യാൻ പറ്റും. യെസ്. സോ ലെറ്റ് us take again, let us consider the series. Question number 12. We are considering the series 1 plus x whole raised to n, that is nc0 plus nc1x plus nc2x square plus etc. The last term is ncn x raised to n. Then we multiply this series by x square. So what do we get? nc0 x square. വേണമെങ്കിൽ അവിടെ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വെക്കാം. Multiplying by x square. So we get nc0 x square plus nc1 x cube plus nc2 x raised to 4 plus etc. The last term is ncn x raised to n plus 2 is equal to, what do we get in LHS? In LHS we have x square into 1 plus x whole raised to n. Differentiate ചെയ്യുമ്പോൾ പ്രൊഡക്റ്റുകളൊക്കെ വരും, അതൊക്കെ ശ്രദ്ധിച്ചോളാം. Okay, now differentiating with respect to x, derivative of nc0 x square is 2 nc0 x, and this is 3 nc1 x square plus 4 nc2 x cube plus etc. The derivative of ncn x raised to n plus 2 is n plus 2 ncn x raised to n plus 1 is equal to the derivative of x square into 1 plus x whole raised to n is, again product rule. So x square into derivative of 1 plus x whole raised to n is n into 1 plus x whole raised to n minus 1 plus 1 plus x whole raised to n into derivative of x square is 2x. കഴിഞ്ഞു. നമുക്ക് ആവശ്യമായ സീരീസ് ആയി. ഇനി എക്സിന് 1 കൊടുത്താൽ അത് കിട്ടും. സോ പുട്ട് x equal to 1. So 2 nc0 plus 3 nc1 plus 4 nc2 plus etc. plus n plus 2 into ncn is equal to, RHS നമ്മൾ എക്സിന് 1 കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും? n into 2 raised to n minus 1. ഈ x square ഒക്കെ 1 ആയി പോയി. 1 plus x 2 raised to n minus 1 ആവും. plus 2 times 2 raised to n. So their sum is 2 raised to n plus 1. So let us take 2 raised to n minus 1 as a common factor. Then here we have n plus 4. Okay. So n plus 4 into 2 raised to n minus 1 is the net result. That is the final answer. Okay. That's all. Now let us go to next question. Question number 13. nc
0, yeah, plus 3 NC1 plus 5 NC2 plus etc. plus 2n plus 1 NCn. What is this series? ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലുള്ള പോലെ ഒന്നുമല്ല, ഇവിടെ വലിയൊരു വ്യത്യാസം കാണാനുണ്ട്. ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണ് കോഎഫിഷ്യന്റ് ആയിട്ട്. നേരത്തെ ഷിഫ്റ്റഡ് അടുത്തടുത്തുള്ള നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് കോഎഫിഷ്യന്റ് ആയിട്ട് വന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യന് മുമ്പത്തെ ക്വസ്റ്റ്യനൊക്കെ നോക്കാം. ഇവിടെ 2nc0 plus 3nc1 plus 4nc2 അത് കോൺസിക്യൂട്ടീവ് ആണ്. അവസാനം 2 മുതൽ n+2 വരെ പോയാലും 0 മുതൽ n വരെ പോയാലും 1 മുതൽ n+1 വരെ പോയാലും അതൊക്കെ കോൺസിക്യൂട്ടീവ് ആയിരുന്നു. ഇവിടെ ഓഡ് നമ്പേഴ്സ് ആർ ദി കോഎഫിഷ്യൻസ്. nc0ന്റെ കോഎഫിഷ്യന്റ് 1, 3, 5, 7 എക്സെട്ര അപ് ടു 2n plus 1 ncn വരെയാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ പുതിയ ടെക്നിക്ക് പഠിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു അവസാനത്തെ ടെക്നിക്കാണ് റീപ്ലേസ്മെന്റ്. ഈ 4 മെത്തേഡുകളുടെ റീപ്ലേസ്മെന്റ്, എക്സിന്റെ ഏതെങ്കിലും ഒരു പവർ കൊണ്ട്, x³ കൊണ്ടോ x⁴ കൊണ്ടോ x² കൊണ്ടോ വേറൊരു പവർ കൊണ്ട് റീപ്ലേസ് ചെയ്ത് പുതിയ സീരീസ് ഉണ്ടാക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെല്ലാതും ഒരുമിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. ഏതൊക്കെയാണോ അതാത് കോണ്ടെക്സ്റ്റിൽ ആവശ്യം വരുന്നത് വെച്ചാൽ അതനുസരിച്ച് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ റീപ്ലേസ്മെന്റ്, മൾട്ടിപ്ലിക്കേഷനും ഡിഫറൻസിയേഷനും എല്ലാം കൂടി വരുന്ന ഒരു വേർഷനാണ് ഞാൻ എടുത്തത്. നമ്മൾ ആദ്യം ചെയ്തപ്പോൾ ഡിഫറൻസിയേഷൻ ഒന്നും ഇല്ലാത്ത മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുന്നത് മാത്രം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ റീപ്ലേസ്മെന്റ്, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ഡിഫറൻസിയേഷൻ, ദെൻ പുട്ട് x = 1. ഇത് 4ഉം ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. ഇത് എപ്പോഴും ഒരുമിച്ച് വരണമെന്ന് നിർബന്ധമില്ല. ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ റീപ്ലേസ്മെന്റ് ദെൻ ഡിഫറൻസിയേഷൻ അത് കാണിച്ചു തരാം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ദെൻ ഡിഫറൻസിയേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പല രീതിയിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെന്റിന്റെ കൂടെ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് 4 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള യുണീക്ക് മെത്തേഡുകളാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് ചെയ്യുക. അവസാനം ഇതിനൊരു ജനറൽ മെത്തേഡ് കൂടി പറഞ്ഞുതരാം. ഓക്കെ, സോ ദിസ് ഇസ് ദ മെത്തേഡ് റീപ്ലേസ്മെന്റ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യമായിട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന പരിപാടി പഠിക്കുകയാണ്. സോ 1 + x ഹോൾ റേഷൻ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ x⁻²n + 1 ആണ്. ഈ n-ന്റെ കോഎഫിഷ്യന്റ് 2 ആണല്ലോ. അങ്ങനെ n-ന്റെ കോഎഫിഷ്യന്റ് 2 വന്നാൽ യു ഹാവ് ടു റീപ്ലേസ് x/x². റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? x ഉള്ളിടത്ത് നല്ല x എടുത്ത് ഒഴിവാക്കിയിട്ട് പകരം അവിടെ x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതോടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡിഫറൻസിയേഷനിൽ ചെയിൻ റൂൾ ഒക്കെ വരും. സംഗതി ആകെ കോംപ്ലിക്കേറ്റഡ് ആവും. എന്നാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഡിഫറൻസിയേഷൻ ഒക്കെ നന്നായിട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ. എനിവേ അഗൈൻ വി ആർ ടേക്കിംഗ് ദ സീരീസ് 1 + x ഹോൾ റേസ് ടു n, ദാറ്റ് ഈസ് nc0 plus nc1x plus nc2x² plus etc plus ncn x⁻n. then replace, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 3n + 1 ആയിരുന്നു. ഈ സീരീസ് ഇങ്ങനെ പോയി 3n + 1 അല്ലെങ്കിൽ 3n + 2 ഒക്കെയാണ് വരുന്നതെങ്കിൽ റീപ്ലേസ് x/x³ ആണ്. ഇവിടെ 2n ആയതുകൊണ്ടാണ് x² കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത്. അവസാനം പറയാം. എനിവേ നോട്ട് ചെയ്തോളാം. സോ റീപ്ലേസ് x/x², അതാണ് ആദ്യത്തെ പണി. അങ്ങനെ x² റീപ്ലേസ് ചെയ്താൽ nc0ക്ക് ഒരു മാറ്റമില്ല, ദാറ്റ് ഈസ് nc0 itself പ്ലസ് nc1x വിൽ ബിക്കം nc1x². x-ന് പകരം x² ഒന്ന് റീപ്ലേസ് ചെയ്തു. പ്ലസ് nc2 x²നെ വീണ്ടും സ്ക്വയർ. ഇവിടെ x-ന് പകരം x² കൊടുത്ത് x² സ്ക്വയർ വരും, ദാറ്റ് ഈസ് x⁻⁴ പ്ലസ് എക്സെട്ര ncn. we are replacing x/x², so that will become x⁻²n, that is equal to 1 + x whole raised to n will become 1 + x² whole raised to n. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ x⁻²n ആയിട്ടുള്ള x-ന്റെ പവർ x-നെ x² കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ x⁻n will become x⁻²n. പക്ഷെ നമുക്ക് എന്ത് വേണം? 2n + 1 ആണ് വേണ്ടത്. അതുകൊണ്ട് ത്രൂ ഔട്ട് ഒരു x കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് x⁻²n will become x⁻2n + 1. then differentiate. അതോടെ x⁻2n + 1 എന്താവും? 2n + 1 x⁻2n ആവും. then put x = 1. ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ പറഞ്ഞു വരുന്ന പാറ്റേൺ എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ മൾട്ടിപ്ലൈയിങ് ബൈ x, അങ്ങനെ x മൾട്ടിപ്ലൈ ചെയ്താൽ we get nc0x plus nc1x³ plus nc2x⁻. എല്ലാം ശരിയായെന്ന് കാണാം. nc0 plus 3nc1 കണ്ടോ, nc1ന്റെ കൂടെ x³ വന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x² ആവും, 3 ഇങ്ങോട്ടേക്ക് കിട്ടും. അങ്ങനെ ചെയ്യാം. പ്ലസ് എക്സെട്ര പ്ലസ് ncn x⁻2n + 1 is equal to, when we multiply by x we get x into 1 + x² whole raised to n. കഴിഞ്ഞില്ല. then differentiate with respect to x. so nc0 plus 3nc1x² plus 5nc2 x⁻⁴ plus etc plus 2n plus 1 ncn x⁻2n is equal to, when we differentiate here we get first into derivative of second x into, what is the derivative of 1 + x² whole raised to n? n into 1 + x² whole raised to n minus 1 ഒരു into 2x കൂടി വേണ്ടി വരും. into 2x അല്ല ഇന്നർ ഫംഗ്ഷൻ 1 + x² ഡെറിവേറ്റീവ് ആണ്. plus what? 1 + x² whole raised to n into derivative of x is simply 1. so that is gone. now put x = 1. so we get the series nc0 plus 3 times nc1 plus 5 times nc2 plus etc plus 2n plus 1 ncn is equal to, when we put x = 1 here we get n into 2 raised to n minus 1 plus
2 raised to n plus 1. Now we can take out 2 raised to n minus 1 as a common factor. So 2 raised to n minus 1 പോന്നാൽ ഇവിടെ ഒരു 4 ആണ് ഉണ്ടാവുക. So into n plus 4. So final answer is n plus 4 into 2 raised to n minus 1. Yes. That's all. That's all about this series. ഇനി ഞാൻ ഇതിൻ്റെ ജനറാലിറ്റി എന്താണ് എന്ന് മൊത്തത്തിലൊന്ന് പറഞ്ഞുതരാം. നന്നായിട്ട് ശ്രദ്ധിക്കുക. For the series q into nc0 plus p plus q into nc1 plus 2p plus q into nc2 plus etc. അതിൻ്റെ ഒരു r plus 1 ടേം അവിടെ നിന്ന് കാണിക്കുകയാണ്. rp plus q into ncr. അത് rth ടേം അല്ല, r plus 1 ടേം ആണ്. നമ്മൾ ബൈനോമിയൽ തിയറത്തിൽ ഏറ്റവും ആവർത്തിച്ച് പഠിച്ചൊരു കാര്യം എന്താണ്? tr plus 1 equal to ncr a raised to n minus r b raised to r ആണ്. In case of 1 plus x whole raised to n, tr plus 1 is equal to ncr x raised to r plus etc. The last term is np plus q into ncn. ഇങ്ങനെ ഒരു സീരീസ് ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ ഈ ലാസ്റ്റ് ടേം മാത്രം നോക്കുക. np plus q ആണ്. അപ്പോൾ അവിടെ ഉണ്ടാവുക ലാസ്റ്റ് ടേം 1 plus x whole raised to n സീരീസ് എടുത്താൽ ക്വസ്റ്റ്യൻ നമ്പർ 13 ആയിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കുക. ജനറൽ പരിപാടിയാണിത്, ജനറലൈസേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ടേമിൽ x raised to n ആണ് ഉണ്ടാവുക. ആ x raised to n ൽ x ന് പകരം x raised to p എന്ന് കൊടുത്താൽ x raised to p whole raised to n വരുമ്പോൾ x raised to np ആവും. എന്നിട്ട് x raised to q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x raised to np plus q ആയി. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് x ന് 1 കൊടുത്താൽ മതി. സോ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ? സ്റ്റെപ്പ് 1, കൺസിഡർ the series 1 plus x whole raised to n. എന്തായിരുന്നു അത്? 1 plus x whole raised to n is equal to nc0 plus nc1x plus nc2x square plus etc plus ncn x raised to n. Step 2. എന്താ step 2? Replace x by x raised to p. x ന് പകരം x raised to p വെച്ച് റീപ്ലേസ് ചെയ്യുക. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 1 plus x raised to p. അല്ലെങ്കിൽ തിരിച്ചെഴുതാം. What do we get? nc0 plus nc1 x raised to p plus nc2 x raised to 2p plus etc plus ncn x raised to np is equal to 1 plus x raised to p whole raised to n. Then step 3. എന്നിട്ട് ഇപ്പോൾ x raised to np ആയി. ഇനി q ഉണ്ട്, അവിടെ np plus q ആവണം. So step 3. Multiply by x raised to q. So what do we get? nc0 x raised to p multiply by nc0 x raised to q plus nc1 x raised to p plus q plus nc2 x raised to 2p plus q plus etc plus ncn x raised to np plus q is equal to x raised to q into 1 plus x raised to p whole raised to n. Then step 4. ഇതെല്ലാം എല്ലാ ക്വസ്റ്റ്യനിലും ആവശ്യം വന്നുകൊള്ളണമെന്നില്ല. ഇങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു റീപ്ലേസ്മെന്റ് നടത്തി പിന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടത്തി ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്നിട്ട് ഒരു എക്സ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊന്നും വലിയ കാര്യമില്ല. സോ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ q ഇൻറ്റു nc0 x റൈസ് ടു q മൈനസ് 1 അങ്ങനെ പ്ലസ് എക്സെട്ര മൊത്തം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫൈനലി സ്റ്റെപ്പ് 5 പൂർണ്ണമായി ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ഫൈനലി പുട്ട് x ഇക്വൽ ടു 1, ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ -1, ഓഡ് ടേംസ് മാത്രമാണെങ്കിൽ 2 സീരീസ് എടുത്ത് ആഡ് ചെയ്യുക, ഈവൻ ടേംസ് മാത്രമാണെങ്കിൽ 2 സീരീസ് എടുത്ത് സബ്ട്രാക്ട് ചെയ്യുക. അതൊന്നും മാറ്റമില്ല. സോ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ മെത്തേഡ്. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് നിർത്താം. So what is next question? Two NC1. Question number 14. 2NC1 plus 4NC2 plus 6NC3 plus etc. plus 2N. അല്ലെങ്കിൽ 3NC1 plus 6NC2 plus 9NC3 plus etc. plus 3NCN
how about this series? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ there is a replacement. We are replacing x by x cube. അപ്പോൾ എപ്പോഴും x square ആണെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ജനറൽ ടേം ഒക്കെ പറഞ്ഞത്. Replacing x by x raised to p. ആ p can be anything. And multiplying by x raised to q. That q can be any positive integer value. അങ്ങനെയൊക്കെ നമുക്ക് ഇതുവരെ ഡീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ എക്സിനെ എക്സ് ക്യൂബ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ബട്ട് ദർ ഈസ് നോ നീഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. കാരണം എന്താ, ഇവിടെ പി എൻ പി പ്ലസ് ക്യൂ വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ പി എൻ മാത്രമേ 3n മാത്രമേ ഉള്ളൂ, പ്ലസ് ക്യൂ ഒരു സാധനം കാണുന്നില്ല. സോ ദർ ഈസ് നോ മൾട്ടിപ്ലിക്കേഷൻ. ഈ ലാസ്റ്റ് ടേം മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ടേമിൽ എൻ പി പ്ലസ് ക്യൂ ഉണ്ടെങ്കിൽ ആ എൻ പിയിലുള്ള എക്സ് റൈസ് ടു പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കോൺസ്റ്റന്റ് ടേം റീപ്ലേസ് ചെയ്യുക. എൻ പിയിലുള്ള എക്സ് റൈസ് ടു പി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. പ്ലസ് ക്യൂവിലെ എക്സ് റൈസ് ടു ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന് സ്ക്വയേഴ്സ് കാണുന്നുണ്ട്, ഈ ടേംസിനൊക്കെ സ്ക്വയർ കാണുന്നുണ്ടെങ്കിൽ അത്രയും ചെയ്തിട്ട് ഒരു എക്സ് കൊണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോഴാണ് സ്ക്വയർ ആവുക. ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, anyway, we consider the series 1 plus x whole raised to n is equal to nc0 plus nc1x plus nc2x square plus etc. plus ncn x raised to n. Now, here we have 3n. ഇവിടെ 3, 6, 9, multiple of 3 ആണ് പോകുന്നത്. So, replace x by x cube. x ന് പകരം x cube കൊടുക്കുക. So what do we get the series? nc0 plus nc1 x cube plus nc2. Here it will become x cube whole square is x raised to 6 plus nc3. x cube whole cube is x raised to 9 plus etc. x cube whole raised to n is ncn x raised to 3n is equal to what we get on replacement? 1 plus x cube whole raised to n. Now differentiating. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. 3n ncn മാത്രമേ ഉള്ളൂ. 3n plus 1 3n plus 2 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 3n കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് x സ്ക്വയർ കൊണ്ട് x കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതും കൂടി വരും. ഇവിടെ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇല്ല. ദർ ഈസ് ഓൺലി റീപ്ലേസ്മെന്റ് ദെൻ ഡയറക്ട്ലി ഡിഫറൻസിയേഷൻ. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി ഗെറ്റ് nc0, ദാറ്റ് ഇസ് ഗോൺ. nc0 ഡെറിവേറ്റീവ് ഇല്ല. Then nc1 x square plus 6nc2 x raised to 5 plus 9nc3 x raised to 8 plus etc. plus 3n ncn x raised to 3n minus 1. That is equal to the derivative of 1 plus x cube whole raised to n can be obtained by chain rule. 1 plus x cube is the inner function and whole raised to n is the outer function. So here n into 1 plus x cube whole raised to n minus 1 into derivative of 1 plus x cube is 3x square. Okay, now the differentiation is over. Now we are going to the last step. That is what is put x equal to 1. അതൊക്കെ ഇപ്പോൾ പല ആവർത്തി ചെയ്ത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. അതുകൂടി കൊടുത്താൽ we get 3nc1 plus 6nc2 plus 9nc3 plus etc. 3n is equal to, what happens when we put x equal to 1 here? We get 3n into 2 raised to n minus 1. 3n 2 raised to n minus 1 is the required answer. Okay, now let us go to one more question. Question number 15. Two nc0 plus 5 nc1 plus 8 nc2 plus etc. plus 3n plus 2 ncn. How to obtain this series? അപ്പോൾ ലാസ്റ്റ് ടേം നോക്കുക, 3n plus 2 ncn ആണ്. സോ we have to replace x by x cube. അപ്പോൾ x raised to 3n now, then multiply by x square, then differentiate, put x equal to 1. ഇതിനെല്ലാം സ്ക്വയർ ഉണ്ടായിരുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു x മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം 2 സ്ക്വയർ 5 സ്ക്വയർ 8 സ്ക്വയർ 3n plus 2 സ്ക്വയർ അങ്ങനെ അതൊക്കെ സ്ക്വയർ ആവും. ക്യൂബ് ആക്കണമെങ്കിലോ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു x കൂടി മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇതാണ് പരിപാടി. അപ്പോൾ ഓരോ ടേംസിന്റെ 3n എങ്ങനെ വരുന്നു, 3n അതായത് pn പ്ലസ് ക്യൂവിൽ p എങ്ങനെ വരുത്തണം, q എങ്ങനെ വരുത്തണം, അതിന് സ്ക്വയറോ ക്യൂബോ ഉണ്ടെങ്കിൽ എങ്ങനെ വരുത്തണം, ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓരോന്നിനും യുണീക്ക് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉണ്ട്. ആ ടെക്നിക്ക് പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് 1 by 1 ആയിട്ട് ഓർഡർ മാറിപ്പോവാതെ യൂസ് ചെയ്യുക. ഓർഡർ കറക്റ്റ് ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓർഡർ. അപ്പോൾ റീപ്ലേസ്മെന്റ് മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസിൽ ആദ്യം റീപ്ലേസ്മെന്റ് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. എങ്ങനെ ചില വ്യത്യാസം ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡീൽ ചെയ്യണം. Anyway, we consider the series 1 plus x whole raised to n, that is equal to nc0 plus nc1x plus nc2x square plus etc. plus ncn x raised to n. ഇവിടെ കണ്ടാൽ തന്നെ പറയാം 3n plus 2 കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം, replace x by x cube, then multiply by x square, then differentiate, put x equal to 1. അത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. Okay, so let us begin from here. Replace x by x cube അങ്ങനെ കൊടുത്താൽ we get nc0 plus nc1 x cube plus nc2 x raised to 6 plus etc. plus ncn x raised to 3n is equal to 1 plus x cube whole raised to n. That is the series.
ഈ സീരീസ് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. 1 + x³ ഹോൾ റൈസ് ടു n എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ തന്നെയാണ് കിട്ടുക. ഓക്കെ, നമ്മളിതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പെട്ടെന്ന് പറയുന്നേ ഉള്ളൂ. ദെൻ മൾട്ടിപ്ലൈ ബൈ x². Multiply by x². So what we get? nc0 x² plus nc1 x raised to 5 plus nc2 x raised to 8 plus etc. ncn x raised to 3n plus 2 is equal to what we get here? x² into 1 plus x³ the whole raised to n. Now we are differentiating. Now differentiating with respect to x. So nc0 x² derivative 2 nc0 x. nc1 x raised to 5 into derivative 5 nc1 x raised to 4. The derivative of nc2 x raised to 8 is n nc2 x raised to 7 plus etc. Derivative of ncn x raised to 3n plus 2 is 3n plus 2 x, there is an ncn. 3n plus 2 ncn x raised to 3n plus 1 is equal to, in RHS we have to differentiate by using chain rule. Again x² into derivative of 1 plus x³ whole raised to n is n into 1 plus x³ whole raised to n minus 1 into 3 x² plus 1 plus x³ whole raised to n into 2x. Okay, now let us take the common factors from here. ആരൊക്കെയാണ് common factor? ഇവിടെ ഒരു x², ഇവിടെ ഒരു x² മൊത്തം x raised to 4 ഉണ്ട്, അവിടെ x ഉള്ളൂ. So 1 plus x³ whole raised to n minus 1 into x. ഇത്രയും common factor എടുക്കാം. അവിടെ ബാക്കി ആരെല്ലാം ഉണ്ടാവും? ഒരു x ഉം കൂടി പോകുന്ന സ്ഥിതിക്ക് 3n x³ in okay, that's not there, plus 2 into 1 plus x³. ഓക്കെ, ഇവിടെ 2x³ ഉം 3n x³ ഉം കൂടി കമ്പൈൻ ചെയ്താൽ x into 1 plus x³ all raised to n minus 1 into 2 plus 3n plus 2x³. Okay, then finally put x equal to 1. Finally put x equal to 1. x ന് 1 കൂടി കൊടുത്തു കഴിഞ്ഞാൽ we get 2 times nc0 plus 5 times nc1 plus 8 times nc2, not nc3, plus etc. plus 3n plus 2 ncn is equal to, ഇവിടെ നമ്മൾ x ന് കയറി 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുടാ? 2 plus ഇവിടെ 1 കൊടുത്താൽ 3n plus 4 into, here we get 2 raised to n minus 1. 3n plus 4 2 raised to n minus 1 is the required series. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ മെത്തേഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എങ്ങനെ വന്നാലും അത് ഉപയോഗിച്ച് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു എന്നല്ല പറയുന്നത്, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ ആവശ്യമായ ഹിൻറ്റുകൾ നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് എക്സാമ്പിൾസിലൂടെ കടന്നു പോകുമ്പോൾ ബാക്കി നിങ്ങൾ നോക്കിക്കോളാം. ഇനി ഒരു ഇൻ്റഗ്രേഷൻ സീരീസ് കൂടി കാണിച്ചു തരാം. ഇൻ്റഗ്രേഷൻ സീരീസ് 1 plus x whole raised to n നെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് ചുമ്മാ ഇൻ്റഗ്രേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, അത് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആണ്. ഫ്രം 0 to 1, 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീരീസ് നോക്കാം. nc0 plus nc1 by 2 plus nc2 by 3 plus etc. plus ncn divided by n plus 1. ഇങ്ങനെ ഒരു സീരീസ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആകുമ്പോൾ ഡിഫറൻഷിയേറ്റ് x raised to n നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് n into x raised to n minus 1 വരിക. അതേ സീരീസിന് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? ഡിവൈഡഡ് ബൈ n plus 1 വരും. കാരണം എന്താ? ഇൻ്റഗ്രൽ x raised to n dx is x raised to n plus 1 divided by n plus 1. അപ്പോൾ ഡിവൈഡഡ് ബൈ n plus 1 കണ്ടാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻറ്റു n കണ്ടാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. എനിവേ ഐ എം കൺസിഡറിങ് ദ സീരീസ് 1 plus x whole raised to n is equal to nc0 plus nc1x plus nc2x² plus etc. plus ncn x raised to n. Yes, that's all. Now integrating both sides. രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. Integrating both sides from 0 to 1. അതാണ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. അതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം 0 to 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ്റഗ്രൽ 0 to 1 nc0 plus nc1x plus nc2x² plus etc. plus ncn x raised to n all into dx, that is equal to integral of 0 to 1 1 plus x the whole raised to n dx. Now let us integrate both sides. But nc0 ന്റെ integral nc0 x ആണ്, അപ്പർ ലിമിറ്റ് 1 ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ അത് അവിടുന്ന് പോകും. സോ ദാറ്റ് ഈസ് വെരി സിംപ്ലി nc0. ദെൻ nc1 കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രൽ x dx x² ആവും.
sorry, x square by 2 ആവും. അപ്പർ ലിമിറ്റ് 1 ലോവർ ലിമിറ്റ് 0 കൊടുക്കും. എക്സ് പാർട്ട് അവിടെ നിന്ന് പോയി. സോ ദാറ്റ് ഈസ് nc1 by 2. അതുപോലെ ഇന്റഗ്രൽ x ക്യൂബ് x square dx ഈസ് x ക്യൂബ് by 3. ബൈ 3 വരുള്ളൂ, 1 പോകും. കാര്യം അപ്പർ ലിമിറ്റ് 1 ലോവർ ലിമിറ്റ് 0. അപ്പോൾ 1 minus 0 will be 1. So nc2 by 3 plus etc. the last term ncn. പിന്നെ integral x raised to n dx is x raised to n plus 1 by n plus 1. x raised to n plus 1 will become 1 when you apply the upper limit and lower limit. Now this is ncn divided by n plus 1 is equal to. And what about the integral here? Integral 1 plus x whole raised to x dx is. വളരെ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. 1 plus x ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. ഹോൾ റൈസ് ടു n വരുമ്പോൾ 1 plus x whole raised to n plus 1 divided by n plus 1 to the limit 0 to 1. So what is the answer? When we apply the upper limit x ന് 1 കൊടുത്താൽ that will become 2 raised to n plus 1. And we put the lower limit 0 കൊടുക്കുമ്പോൾ 1 plus x ആണ്. മൊത്തത്തിൽ 0 ആവില്ല. x only becomes 0. So 1 plus x will become 1. 1 raised to n plus 1 ആണ് 1 തന്നെ. So upper limit minus lower limit. 2 raised to n plus 1 minus 1 divided by n plus 1 is the required answer. അപ്പോൾ ഇങ്ങനെ ഒരു സീരീസ് വന്നു കഴിഞ്ഞാൽ nc0 plus nc1 by 2 nc2 by 3 ഇങ്ങനെ വന്നാൽ integrate from 0 to 1. Okay. Now let us go to the alternate positive and negative series. ഈ ഡിഫറൻസിയേഷൻ സീരീസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x = 1 പകരം x = -1 കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇന്റഗ്രേഷൻ സീരീസുകൾ നമുക്ക് അങ്ങനെ പറ്റൂല. അവിടെ നമ്മൾ 1 - x whole raised to n ന്റെ സീരീസ് തന്നെ എടുക്കേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. സോ ലെറ്റ് us look at that series. അതൊരു സ്പെഷ്യൽ കേസാണ്, പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ്. സ്പെഷ്യൽ കേസ് അഥവാ nc0 minus nc1 by 2 plus nc2 by 3 minus nc3 by 4 plus etc. minus 1 raised to n. ലാസ്റ്റ് ടേം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയില്ല. സോ -1 raised to n ncn divided by n plus 1. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഇന്റഗ്രേഷൻ സീരീസ് വഴി ഒബ്റ്റൈൻ ചെയ്യുന്ന സീരീസ് ആണ്. കാരണം എല്ലാം ഡിവൈഡഡ് ബൈ 2, 3, 4 ഒക്കെ ഡിവിഷൻ ആണ് കിടക്കുന്നത്. ncn by n plus 1. അപ്പോൾ x raised to n plus 1 x raised to n നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് x raised to n plus 1 ഡിവൈഡഡ് ബൈ n plus 1 വരുന്നത്. അപ്പോൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഫിനോമിനൻ ആണ്. ഡെറിവേറ്റീവ് ഒരൊറ്റ പോയിന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. സോ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ഈസ് ഡിഫൈൻഡ് ഫോർ എ പോയിന്റ്. ഒറ്റ പോയിന്റിലാണ് ഡെറിവേറ്റീവ് ഡിഫൈൻഡ് ആവുന്നത്. അതുകൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് put x = 1 put x = -1 എന്നൊക്കെ പറയുന്നത്. put x = 1 ചെയ്യുമ്പോൾ you are getting the slope of tangent at x = 1 and you put x = when you put x = -1 you get the slope of tangent when x = -1. ഇത്രയേ ഉള്ളൂ. but the derivative unlike the derivative integral is not a point phenomenon. Integral is an interval phenomenon. Integral a to b എന്നാണ് പറയുക. a മുതൽ b വരെയുള്ള ഇന്റഗ്രൽ അല്ല, ഒരു പോയിന്റിൽ ഇന്റഗ്രൽ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. a മുതൽ b വരെയുള്ള ഇന്റർവെല്ലിലാണ്. സോ ഡെറിവേറ്റീവ് ഈസ് എ പോയിന്റ് ഫിനോമിനൻ ആൻഡ് ഇന്റഗ്രൽ ഈസ് ആൻ ഇന്റർവെൽ ഫിനോമിനൻ. അതുകൊണ്ട് നമുക്ക് 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ അവസാനം put x = 1 ന് പകരം put x = -1 ആക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ 1 + x whole raised to n ന്റെ സീരീസ് എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഇന്റഗ്രേറ്റ് ഫ്രം 0 to -1. 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്തതിന് പകരം 0 to -1 ഇന്റഗ്രേറ്റ് ചെയ്യുക. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ടേക്ക് ദ സീരീസ് ഓഫ് 1 - x whole raised to n instead of 1 + x whole raised to n then put x = then integrate from 0 to 1. അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. അപ്പോൾ ഇതുവരെ പറഞ്ഞെടുത്ത് ഡിഫറൻസിയേഷൻ, റീപ്ലേസ്മെന്റ്, മൾട്ടിപ്ലിക്കേഷൻ ഇതിലൊന്നും പറയാത്തൊരു കാര്യമാണ് ഇന്റഗ്രേഷൻ സീരീസിൽ നമ്മൾ പറയുന്നത്. ഡിഫറൻസിയേഷൻ സീരീസിനകത്തെല്ലാം alternate positive negative series വേണമെങ്കിൽ x ന് 1 ന് പകരം -1 കൊടുത്താൽ മതി. but in case of an integration series you have to take the series of 1 - x whole raised to n instead of 1 + x whole raised to n. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതായിരിക്കും ഏറ്റവും എളുപ്പം. so here 1 - x whole raised to n ആൻസർ പറയാണ് 1 - x whole raised to n is equal to nc0 minus nc1x plus nc2x square plus etc. the last term is plus -1 whole raised to n ncn x raised to n. We don't know whether the last term is positive or negative. That depends whether n is even or odd. Already നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Now integrating the series from 0 to 1. Integrating from 0 to 1. അങ്ങനെ 0 to 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ മുഴുവൻ സീരീസും ഞാൻ കാണിക്കുന്നില്ല. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാ എക്സും 1 ആയി പോകും. സോ nc0 minus nc1 by 2 plus nc2 by 3 minus nc3 by 4 plus etc. minus 1 raised to n ncn divided by n plus 1 is equal to what we get in RHS? The integral of 1 - x whole raised to n എന്ന് വെച്ചാൽ
അത് 1 minus x all raised to n plus 1 divided by n plus 1 ഒരു ഇൻറ്റു -1 കൂടി വേണം. കാര്യം ഇത് 1 plus x അല്ല 1 minus x ആണ്. അതിന് പകരം നമ്മൾ ഇന്റഗ്രൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു നെഗറ്റീവ് വരുമ്പോൾ മൈനസ് ഓഫ് എഴുതല്ല ചെയ്യുക, പകരം നമ്മൾ ആ ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടും. സോ ഇന്റഗ്രൽ ഫ്രം 0 to 1 വിൽ ബിക്കം ഇന്റഗ്രൽ ഫ്രം 1 to 0 എന്ന് മാറും. അതായത് 1 minus എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ആ നെഗറ്റീവ് ഉപയോഗിച്ചിട്ട് ലിമിറ്റ് തിരിച്ചിട്ടു. സോ ഇന്റഗ്രൽ ഫ്രം 0 to 1 ഇപ്പം എന്തായിട്ട് മാറിയിട്ടുണ്ട്? 1 to 0 ആയിട്ട് മാറിയിട്ടുണ്ട്. നൗ ലെറ്റ് us put the upper limit. അപ്പർ ലിമിറ്റ് കൊടുത്താൽ x 0 ആകുമ്പോൾ 1 by n plus 1 വരും. ലോവർ ലിമിറ്റ് x ന് 1 കൊടുത്താൽ 1 minus 1 0 ആയി പോകും. സോ ആൻസർ ഈസ് 1 by n plus 1. That is very easy. So all terms positive വരുമ്പോൾ 2 raised to n plus 1 minus 1 divided by n plus 1. That is very complicated. Alternate terms positive negative വരുമ്പോൾ എന്തായി പോയി? 1 by n plus 1 ആണ്. Now let us combine them and subtract them. നോക്കാം. First equation, nc0 minus nc1 by 2 plus nc2 by 3 minus nc3 by 4. All terms positive plus etc. plus ncn divided by n plus 1 is equal to, we got that is 2 raised to n plus 1 minus 1 divided by n plus 1. മറന്നു പോകരുത്. Let it be equation number 1. അതായിക്കോട്ടെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു എന്നറിയാനുള്ള ഒരു കൗതുകത്തിന് വേണ്ടി വെറുതെ ചെയ്ത് നോക്കുന്നു. Now the alternate terms positive and negative series, nc0 minus nc1 by 2 plus nc2 by 3 minus nc3 by 4 plus etc. plus minus 1 raised to n ncn divided by n plus 1 is equal to, now only we got it. What we got it? 1 by n plus 1. That is equation number 2. Now let us add these two equations and subtract these two equations. What we get? Equation number 1 plus 2. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു സീരീസ് കംപ്ലീറ്റ് പോസിറ്റീവും ഒരു സീരീസ് ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവും വരുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഈവൺ പൊസിഷനിലുള്ള ടേംസ് അഥവാ ഓഡ് ഇൻഡിസസ് ഉള്ള ടേംസ് ആണ് ക്യാൻസൽ ആവുക. ദാറ്റ് ഈസ് 2 sigma ഓഡ് ടേംസ്. സോ ഹിയർ 2 into nc0 plus nc2 by 3 plus nc4 by 5 എല്ലാ ടേംസും ഈവൺ ഇൻഡെക്സ് ആണ്. ഈവൺ ഇൻഡെക്സ് മീൻസ് terms at the odd positions plus etc. ആയിട്ട് എഴുതി അവിടെ ലാസ്റ്റ് ടേം എഴുതുന്നില്ല. അതിന്റെ അർത്ഥം അത് ഇൻഫൈനൈറ്റ് സീരീസ് ആണെന്നല്ല. either there will be the second last term or the last term. അത് ഏതാണെന്ന് അറിയണമെങ്കിൽ n ഈവൺ ആണോ ഓഡ് ആണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ എക്സെട്ര ആയിട്ട് വെക്കുകയാണ്. ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങളെ ബാധിക്കില്ല. കാര്യം ക്വസ്റ്റ്യനിൽ എന്നിന്റെ വാല്യൂ 6, 7 എന്നൊക്കെ പറഞ്ഞ് ഫിക്സഡ് വാല്യൂസ് അവിടെ ഉണ്ടാവും. സോ യു ക്യാൻ വെരി ഈസിലി ഡീൽ വിത്ത് ഇറ്റ്. Now this is equal to, when we combine them, denominator same ആണ്, n plus 1 ആണ്. So we get 2 raised to n plus 1 divided by n plus 1 and we can divide this 2. So what is the answer? nc0 plus nc2 by 3. ഇതൊക്കെ എക്സാമിന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തിയറി പാർട്ടായിട്ടാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. Okay, plus nc4 divided by 5 plus etc. is equal to, when you divide this 2, you get 2 raised to n divided by n plus 1. And what happens when we subtract this? We get here 2 raised to n plus 1 minus 2 divided by n plus 1. And when we divide 2, we get 2 raised to n minus 1 all divided by n plus 1. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കുകയാണ്. സോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 minus 2 implies nc1 by 2 plus nc2 by nc3 by 4 nc3 by 4 plus nc5 by 6 plus etc. The last term, up to last term will be 2 raised to n minus 1 divided by n plus 1. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു 2 അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. So what we get? nc1 by 1 plus nc3 by 2 plus nc5 by 3 plus etc. ഇങ്ങനെ ഒരു സീരീസ് ആണെങ്കിൽ ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get 2 raised to n plus 1 minus 2 divided by n plus 1. ഇങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഇതുപോലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് അത് ചെയ്യാനുള്ള മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്നും അല്ലാതെ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ ഒന്നും അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ കോമ്പിനേഷൻ ടേംസിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ എന്നാണ് അടുത്തത് പരിശോധിക്കുന്നത്. അത് ഈ പറഞ്ഞ അത്ര എളുപ്പമൊന്നുമല്ല. നല്ല രീതിയിലുള്ള വിഷൻ, നല്ല ഇമാജിനേഷൻ പവർ, ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം അതിൽ ഏറ്റവും എളുപ്പമുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. പിന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അതെല്ലാം നമുക്കൊരു ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫോർമുല എന്നുള്ള നിലക്കാണ് കിട്ടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫൈനൽ ആൻസറുകളൊക്കെ ബൈഹാർട്ട് പഠിച്ചു വെക്കാം. അത് ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളതിലുപരി എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ള ആ വഴികൾ, ആ മെത്തേഡാണ് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത്. അതിൻ്റെ ഫണ്ടമെന്റൽ എസൻസ് ആണ് നിങ്ങൾ അതിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കേണ്ടത്. സോ ലെറ്റ് us begin. Question number 1. nc0 square plus nc1 square plus nc2 square plus etc. plus ncn square. What is this series? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
രണ്ട് സീരീസുകളെ കമ്പൈൻ ചെയ്യാണ്. 1 + x ഹോൾ റൈസ് ടു n അസെൻഡിങ് സീരീസും അതേ 1 + x ഹോൾ റൈസ് ടു n തന്നെ ഡിസെൻഡിങ് സീരീസും എടുക്കും. യൂസിങ് വിച്ച് ഫോർമുല? NCR = NCn-r ഉപയോഗിച്ചുകൊണ്ട് NCn ന് NC0 എന്നും NC0 ന് NCn എന്നും ഫ്ലിപ്പ് ചെയ്ത് എഴുതിക്കൊണ്ട് നമ്മൾ ഒരു സീരീസും കൂടി എടുക്കും. എന്നിട്ട് ആ രണ്ട് സീരീസുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ 1 + x ഹോൾ റൈസ് ടു n 1 + x ഹോൾ റൈസ് ടു n കൂടി 1 + x ഹോൾ റൈസ് ടു 2n ആവും. അതിൻ്റെ ഉള്ളിൽ ഏത് ടേമിലേക്കാണ് കോഎഫിഷ്യന്റിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് നോക്കുക, then find it. അതാണ് പരിപാടി. നന്നായിട്ട് ശ്രദ്ധിക്കുക. So again we consider the series NC0 plus NC1x plus NC2x square plus etc. plus NCn x raised to n is equal to 1 plus x the whole raised to n. Then we consider the reverse series. എങ്ങനെ? x ന്റെ പവറുകളെ ഫ്ലിപ്പ് ചെയ്യും. NCn x raised to n ഉണ്ട്, അതിനങ്ങോട്ട് കൊണ്ടുവരും. The last term we bring here and we write it as NC0 x raised to n. What is the reason? NCn, anytime NCn can be written as NC0. അവർ രണ്ടുപേരും എപ്പോഴും സെയിം ആണ്. Then the second last term there will be NCn-1 x raised to n-1. അതിനവിടെ കൊണ്ടുവരുന്നു. And instead of NCn-1 we write NC1 itself x raised to n-1 plus NC2 x raised to n-2 plus etc. The last term is NCn. That is also 1 plus x whole raised to n. കാരണം ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കോഎഫിഷ്യന്റ് നേരെ റിവേഴ്സ് ഓർഡർ, അവിടെയുള്ള ടേംസിനെ നേരെ റിവേഴ്സ് ഓർഡറിൽ എഴുതുന്നു. പക്ഷേ NCR = NCn-r എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് കോമ്പിനേഷൻ ടേംസിനെ മാറ്റുന്നില്ല. നൗ വി ആർ മൾട്ടിപ്ലൈയിങ് ദം. ഇവിടെ NC0 സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടുത്തെ NC0യും ഇവിടെ NC0യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എക്സിന്റെ പവർ, ഈ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സിന്റെ പവർ n ആണ്. ഇവിടെ NC1 സ്ക്വയർ. സോ വെൻ വി മൾട്ടിപ്ലൈ ദീസ് ടു ടേം, NC1 സ്ക്വയർ എപ്പോഴാണ് വരിക? When we multiply with this term and this term, അപ്പോൾ NC1 will be square. x into x raised to n-1 is again x raised to n. അപ്പോൾ ഇവിടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ x raised to n, ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ x raised to n, ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ x raised to n എന്ന് വെച്ചാൽ the total contribution goes to x raised to n in this series. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീരീസ്, രണ്ട് സീരീസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ നിലക്കും മൾട്ടിപ്ലിക്കേഷൻ നടക്കും. എല്ലാ മൾട്ടിപ്ലിക്കേഷനിൽ x raised to n അല്ല ഉണ്ടാവുക, പല പവറുകൾ വരും. പക്ഷെ നമ്മൾ എടുക്കുന്ന ഈ സീരീസിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? x raised to n മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? NC0 സ്ക്വയർ പ്ലസ് NC1 സ്ക്വയർ പ്ലസ് NC2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് NCn സ്ക്വയർ ഇസ് ഈക്വൽ ടു ആരുടെ കോഎഫിഷ്യന്റ് ആണ്? കോഎഫിഷ്യന്റ് ഓഫ് x raised to n in എവിടെ? x raised to n in. ഇവർ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. So 1 plus x raised to n into 1 plus x whole raised to n is 1 plus x whole raised to 2n. ഇതുവരെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ട് ഇതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക, ഒരാവൃത്തിയും കൂടെ കണ്ടു നോക്കുക, എന്നിട്ട് യു ക്യാൻ കോൺടാക്ട് മീ. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറഞ്ഞുതരാം. ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഈ ഒരു കോണ്ടന്റ് എത്രമാത്രം കൺവേ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം ആശങ്കയുണ്ട്. എന്നാലും ഈ സബ്ജക്റ്റിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി, ചാപ്റ്ററിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നേ ഉള്ളൂ. സോ ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. ഇഫ് യു ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്, ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് മീ. മൈ നമ്പർ വിൽ ബി അവൈലബിൾ ഹിയർ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഹിയർ? കോഎഫിഷ്യന്റ് ഓഫ് x raised to n in the expansion of 1 plus x whole raised to 2n ആണ്. That is, അത് നമ്മൾ പറഞ്ഞതാണ്. 1 plus x whole raised to n ന്റെ എക്സ്പാൻഷനിൽ NC0 plus NC1x NC2x square അങ്ങനെ പോവാ. അപ്പോൾ x raised to r ന്റെ കോഎഫിഷ്യന്റ് NCR ആയിരിക്കും. കാരണം എന്താ? ജനറൽ ടേം TR പ്ലസ് എന്താ ഫോമിലാണ് 1 plus x whole raised to 2n എന്ന് പറഞ്ഞാൽ 1 plus x whole raised to n എല്ലാം സെയിം തന്നെ. കോഎഫിഷ്യൻ ഹയർ പവർ 2n ന്റെ പകരം n വന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ x raised to r ന്റെ കോഎഫിഷ്യന്റ് NCR ആണ്. അപ്പോൾ 1 plus x whole raised to 2n ൽ x raised to n ന്റെ കോഎഫിഷ്യന്റ് 2NCn ആയിരിക്കും. ഓക്കെ, പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. സോ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 1 plus x whole raised to n എന്ന് വെച്ചാൽ NC0 plus NC1x plus etc. പോകുന്ന വഴിക്ക് ആരുണ്ടാവും? NCR x raised to r. Then the last term is plus NCn x raised to n. So the general term TR plus 1 is equal to NCR x raised to r. So the coefficient of x raised to r is NCR. അതാണ് കാര്യം. So coefficient of x raised to r in 1 plus x whole raised to n is equal to NCR. അത് തന്നെയാണ് ഇതും സംഭവം. കോഎഫിഷ്യന്റ് ഓഫ് x raised to r ന് പകരം കോഎഫിഷ്യന്റ് ഓഫ് x raised to n. in 1 plus x whole raised to n ന് പകരം 1 plus x whole raised to 2n. അപ്പോൾ അവിടെ NCR ന് പകരം എന്ത് വരും? 2NCn വരും. 2NCn is 2n factorial divided by n factorial square. അതാണ് അതിൻ്റെ ആൻസർ. എന്ന് വെച്ചാൽ ഈ സംഭവം NC0 സ്ക്വയർ പ്ലസ് NC1 സ്ക്വയർ പ്ലസ് NC2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് NCn സ്ക്വയർ എന്ന് പറയുന്ന സാധനം എന്താണ്? 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ സ്ക്വയർ. വേണമെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചു വെക്കാം, പഠിച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിലേക്ക് വന്ന പ്രൊസീജിയറാണ് പഠിച്ചു വെക്കേണ്ടത്. ഇനി ഇതും മനസ്സിലായില്ലെങ്കിൽ ഞാൻ അടുത്തതും അതിൻ്റെ അടുത്തതൊക്കെ ഇതേ പ്രൊസീജിയർ ചെറിയ ചെറിയ വ്യത്യാസത്തോടെ വീണ്ടും വിശദീകരിക്കാം. ഒരേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിക്കുന്നതിനേക്കാളും നല്ലത് സിമിലർ ക്വസ്റ്റ്യൻസ് വീണ്ടും വിശദീകരിച്ച് നോക്കുന്നതാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാവാത്തവർ അവിടെ ശ്രദ്ധിക്കുക, അതിൽ മനസ്സിലാവാത്തവർ അതിൻ്റെ അടുത്തതിൽ ശ്രദ്ധിക്കുക. 2-3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ. വി ആർ ഗോയിങ് ടു ദ എൻഡ്. ഇത് കഴിഞ്ഞ് ഇനി
എന്താ പറയുക, ന്യൂമറിക്കലി ലാർജസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മോഡുലസ് ഓഫ് TR+1/TR ഒരു റേഷ്യോ നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഫ്രാക്ഷണൽ ഇൻഡെക്സ്, നെഗറ്റീവ് ഇന്റഗ്രൽ ഇൻഡെക്സ്, നെഗറ്റീവ് ഫ്രാക്ഷണൽ ഇൻഡെക്സ്, ഇത്രയും കൂടി പറയുന്നത്. അതൊന്നും പിന്നെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇത്ര പോസിറ്റീവ് ഇന്റഗ്രൽ ഇൻഡെക്സ് പോലെ ഇത്രയൊന്നും പഠിക്കാനില്ല. അത് മൊത്തം ചാപ്റ്ററിന്റെ 10% വരുന്നുള്ളൂ. അതും അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു 3-4 സീരീസ് സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡും കൂടി കഴിഞ്ഞാൽ ദ ചാപ്റ്റർ വിൽ ബി ഓവർ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സോ ലെറ്റ് us go to the next series, that is NC0 into NC1 plus NC1 into NC2 plus NC2 into NC2 into NC3 plus etc plus NCn-1 into NCn. ഇങ്ങനെ ഒരു സീരീസ് ഇങ്ങനെ അടുത്തടുത്ത്. നേരത്തെ NC0 സ്ക്വയർ, NC1 സ്ക്വയർ, NC2 സ്ക്വയർ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ട്. NC0ന്റെ കൂടെ NC1, NC1ന്റെ കൂടെ NC2, NC2ന്റെ കൂടെ NC3, ഇങ്ങനെ രണ്ടെണ്ണം വീതം പ്രൊഡക്റ്റ് തന്നാൽ എന്താ ചെയ്യേണ്ടതെന്നാണ്. ദ സെയിം മെത്തേഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 1+x ഹോൾ റേഷ്യോ n 1+x ഹോൾ റേഷ്യോ n എടുക്കും. നേരത്തെ NC0 തിരിച്ചെഴുതും. എന്നിട്ട് NCn അങ്ങോട്ടേക്ക് നേരത്തെ എഴുതിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതും. ഒരേ സീരീസ് തന്നെ രണ്ട് രീതിയിൽ എടുക്കും. എന്നിട്ട് നേരത്തെ NC0 into NC0 ചെയ്തതിന് പകരം ഇവിടെ NC0 into NC1, NC1 into NC2 അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഏത് പവറിലേക്കാണ്, ഓരോ കോഎഫിഷ്യന്റിന്റെയും കൂടെ എക്സിന്റെ പവർ എത്രയാണ് നോക്കുക. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവറുകൾ സമമാവും. അപ്പോൾ ടോട്ടൽ പവർ എത്രയാണ് നോക്കുക. സോ കോഎഫിഷ്യന്റ് ഓഫ് ദാറ്റ് പവർ ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1+x ഹോൾ റേഷ്യോ ടു n. ഇതേ ഉള്ളൂ നമുക്ക് പറയാം. ഇതേ ഉള്ളൂ മെത്തേഡ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ജനറൽ ടേമും കൂടി പറയാം. So again we consider the series 1+x whole raised to n is equal to NC0 plus NC1x plus NC2x square plus etc plus NCn x raised to n. That's all. ഇരിക്കട്ടെ. തിരിച്ചു എഴുതിയാലും മതിയായിരുന്നു. എടുത്ത് അങ്ങോട്ടേക്ക് എഴുതാം. Okay, this is 1+x whole raised to n. Similarly, this NCn x raised to n can be bring here. ഇവിടെ കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരാം? NCn ന് പകരം NC0 x raised to n. Then instead of ഇതിന് തൊട്ട് ബാക്കിൽ NCn x raised to n-1 ഉണ്ടാവും. സോറി, NCn-1 x raised to n-1. ആ NCn-1 നെ NC1 എന്ന് എഴുതുന്നു, x raised to n-1 plus NC2 x raised to n-2 plus etc. The last term will be again NCn, that is again 1+x whole raised to n. Now we are multiplying this. അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള എല്ലാ ടേംസും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ മൊത്തം മൾട്ടിപ്ലിക്കേഷൻ നടക്കും. പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട. We need some specific terms. What are those? NC0 into NC1. NC0യും NC1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് ടേമും ഇവിടെ x raised to n-1 ആണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? We get a total of x raised to n-1. പിന്നെ എന്ത് വേണം? NC1 into NC2. So take NC1 from here, NC2 from here. അപ്പോൾ x ന്റെ പവർ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ ഒരു x, ഇവിടെ x raised to n-2. x into x raised to n-2 എന്ത് തന്നെയാണ്? again x raised to n-1. എന്ന് വെച്ചാൽ ഇവിടെയുള്ള മൊത്തം ടേംസ് എടുത്താലും എങ്ങോട്ടേ കോൺട്രിബ്യൂഷൻ പോവുള്ളൂ? ഓരോ ടേമും x raised to n-1ലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ their sum will be the total coefficient of x raised to n-1 in the expansion of 1+x whole raised to 2n. Okay, so again NC0 into NC1 plus NC1 into NC2 plus NC2 into NC3 plus etc. The last term NCn-1 into NCn. അത്രേ ഉണ്ടാവുള്ളൂ. That is equal to coefficient of, നമ്മൾ കണ്ടു x raised to n-1 ആണെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തു, in 1+x whole raised to 2n. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. That is equal to, നേരത്തെ നമ്മൾ പറഞ്ഞു 1+x whole raised to n-ൽ x raised to r ന്റെ കോഎഫിഷ്യന്റ് NCr ആണ്. So here it is 2nc r എന്താണ്? n-1. What is 2nc n-1? ചിലപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ തന്നെ ഉണ്ടാവും, 2nc n-1 അങ്ങനെ തന്നെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. NCr equal to n factorial divided by n-r factorial into r factorial. എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ്. So this is 2n factorial divided by n-1 factorial into n+1 factorial. Okay, so that is a required answer.